ആലുവയിൽ 7 വയസ്സുകാരി ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. മൂവാറ്റുപുഴ പോക്സോ കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. 2011 ഫെബ്രുവരി 24-നായിരുന്നു ആലുവ അശോകപുരത്ത് വീട്ടുവേലയ്ക്കെത്തിച്ച കുട്ടി മരിച്ചത്. സംഭവത്തിൽ അഭിഭാഷകൻ ജോസ് കുര്യൻ, ഭാര്യ സിന്ധു നായർ, കുട്ടിയുടെ ബന്ധു നാഗപ്പൻ എന്നിവരാണ് അറസ്റ്റിലായിരുന്നത്. സിബി ജോസഫ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിബി, എന്ത് കാരണത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവായത്? വിനീഷ, ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ 2011 ഫെബ്രുവരി 24-നായിരുന്നു ആലുവ അശോകപുരത്ത് വീട്ടുവേലയ്ക്ക് എത്തിച്ച കുട്ടി ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ധനലക്ഷ്മി എന്ന തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച പെൺകുട്ടിയായിരുന്നു അതിക്രൂരമായി മർദ്ദനമേറ്റ് പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയും. പിന്നീട് ആ കുട്ടി മരണപ്പെടുകയും ചെയ്തത്. ഇതിൽ അന്ന് ഒന്നാം പ്രതിയായി സിന്ധു നായർ എന്ന യുവതിയെയും ഇവരുടെ ഭർത്താവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോസ് കുര്യൻ, കുട്ടിയുടെ ബന്ധുവായ നാഗപ്പൻ, ഈ 3 പേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ ഇടനിലക്കാരിയായിരുന്ന ചേതല്ലൂർ സ്വദേശിയായ ഷൈല എന്നയാളെയും യുവതിയും അറസ്റ്റ് ചെയ്തെങ്കിലും ഷൈലയെ പിന്നീട് എറണാകുളത്തെ സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. അതിനുശേഷം ബാക്കി 3 പേർക്കുള്ള വാദങ്ങളും പ്രതിവാദനത്തിന്റെയും എല്ലാത്തിന്റെയും പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്നിപ്പോൾ മൂവാറ്റുപുഴ പോക്സോ കോടതി ഈ കേസിൽ വിധി പറയുന്നത്. മൂവാറ്റുപുഴ പോക്സോ കോടതി ഈ കേസിൽ വിധി പറയാൻ കാരണം ഇത് എറണാകുളം സെഷൻസ് കോടതിയിലായിരുന്നു ഈ കേസ്. പക്ഷേ എറണാകുളത്തെ ഒരു അഭിഭാഷകനാണ് ഈ കേസിലെ 2ാം പ്രതി. നിരന്തരം എറണാകുളത്തെ കോടതികളിൽ അദ്ദേഹം ഹാജരാകുന്ന ആളായതുകൊണ്ട് തന്നെ ഈ കേസിൽ പിന്നീട് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഈ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് വെറുതെ വിട്ടുന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇനിയിപ്പോൾ കോടതി ഉത്തരവിൽ മാത്രമേ കൃത്യമായി അറിയാൻ കഴിയൂ. പക്ഷേ അന്ന് ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അത് വലിയ വാർത്തയാവുകയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ കേസ് കൂടിയായിരുന്നു ഈ 7 വയസ്സുകാരുടെ മരണം എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മാസകലം ശരിക്കും ചതവും മുറിവും പൊള്ളലുമേറ്റ പാടുകളുണ്ടായിരുന്നു. അങ്ങനെ അതിക്രൂരമായ രീതിയിൽ വീട്ടുവേലയ്ക്ക് എത്തിച്ച ഈ പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിലാണ് ഈ വീട്ടുകാർ അത്തരത്തിൽ പെരുമാറിയതെന്ന് കൃത്യമായി അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ 3 പേരുടെ അറസ്റ്റിലേക്ക് പോയത്. പക്ഷേ പിന്നീട് ഈ കേസ് കോടതി നടപടിയിലേക്ക് പോകുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഈ 3 പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇതിന്റെ കോടതി ഉത്തരവിന് ശേഷം മാത്രമേ ഏതൊക്കെ രീതിയിലാണ് ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് അറിയാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് വിനീഷ.